ഇരിക്കൂർ ആയിപ്പുഴ പീഡനക്കേസിൽ രണ്ടാം പ്രതിയെ 15 വർഷം തടവിനും 1.5 ലക്ഷം രൂപ പിഴയടക്കാനും തളിപ്പറമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചു. ഇരിക്കൂർ പടിയൂർ പെടയങ്ങോട് കുണ്ടൻകുളുക്കുമ്മ വീട്ടിൽ സക്കരിയയാണ് ശിക്ഷിച്ചത്. കേസിൽ പെൺകുട്ടിയുടെ പിതാവ് ഉൾപ്പെടെ 12 പ്രതികളെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. 2008 ഏപ്രിലിലാണ് സംഭവം നടന്നത്. 12 വയസ്സു മുതൽ പെൺകുട്ടിയെ പിതാവ് പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം പല സ്ഥലങ്ങളിൽ വെച്ചും പലർക്കും കാഴ്ചവെച്ചുവെന്നുമാണ് കേസ്. പെൺകുട്ടിക്ക് 15 വയസ്സുള്ളപ്പോൾ പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ വെച്ച് പലതവണ സക്കരിയെ പീഡിപ്പിക്കുകയും ചെയ്തു. കേസിൽ മൊത്തം 12 പ്രതികളാണുണ്ടായിരുന്നത്. ഇതിൽ പിതാവ് ഉൾപ്പെടെ 11 പ്രതികളെയും നേരത്തെ തലശ്ശേരി കോടതി ശിക്ഷിച്ചിരുന്നു. അവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്തു. ശിക്ഷിക്കപ്പെട്ട പിതാവ് പരോളിലിറങ്ങിയ ശേഷം ആത്മഹത്യ ചെയ്തു. പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് കടന്ന സക്കരിയ 2024 സെപ്റ്റംബറിൽ തിരിച്ചെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടി. റിമാൻഡ് ചെയ്യപ്പെട്ട സക്കരിയ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി 3 മാസം കൊണ്ട് കേസിന്റെ വിചാരണ പൂർത്തീകരിച്ച് വിധി പറയണമെന്ന് നിർദ്ദേശിച്ചു. 2025 ഏപ്രിൽ 25-നാണ് ഹൈക്കോടതി നിർദ്ദേശാനുസരണം കേസിന്റെ ഫയൽ തളിപ്പറമ്പ് അതിവേഗ കോടതിയിലെത്തിയത്. ജൂൺ 10-നുള്ളിൽ വിധി പറയേണ്ട കേസിലാണ് വ്യാഴാഴ്ച വിധി പ്രഖ്യാപനമുണ്ടായത്. അന്നത്തെ മട്ടന്നൂർ CI VN വിശ്വനാഥനും SI PK മണിയുമാണ് കേസ് അന്വേഷിച്ചത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് 5 വർഷം തടവും 50,000 രൂപ പിഴയും, ബലാത്സംഗം ചെയ്തതിന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.